ഇതിനൊക്കെയുള്ള മറുപടി ആയിരിക്കില്ലേ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം? തൃശ്ശൂരിലെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞത് ചുവരെഴുതിയായിരുന്നു. പക്ഷേ പിന്നീട് ലാസ്റ്റ് നിമിഷം ടി.എൻ. മാറുന്നു, പിന്നീട് കെ മുരളീധരൻ വരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായത് വോട്ടർമാരുടെ ഇടയിൽ പ്രവർത്തകരുടെ ഇടയിൽ പോലും അതൊരു മറുപടി പറയേണ്ടി വരില്ലേ? ടി.എൻ. പ്രതാപൻ, കെ മുരളീധരനും രണ്ടും കോൺഗ്രസിൻ്റെ പ്രാമാണികത്തുള്ള നേതാക്കന്മാരാണ്. പ്രതാപൻ ഞാൻ ഇന്ന് കണ്ടു, പ്രതാപൻ തന്നെ കെ മുരളീധരൻ്റെ ചുവരെഴുത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ചിത്രം നിങ്ങളുടെ ചാനലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ആശയക്കുഴപ്പമുള്ളത്? പ്രതാപൻ തന്നെ മുന്നോട്ടിറങ്ങുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് ടി.എൻ. പ്രതാപനായിരിക്കും, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല. വളരെ ക്ലിയറാണ് ലിസ്റ്റ്. അതെങ്ങനെ ആർക്ക് പറയാൻ പറ്റും? ഞാൻ അവർക്ക് മറുപടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ പാർട്ടി, ഈ വനിതാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വനിതയെ ഏറ്റവും കൂടുതൽ കാലം വെച്ച പാർട്ടി, വനിതാ ലോക്സഭാ സ്പീക്കറെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി, വനിതാ പ്രസിഡന്റിനെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി, 50% വനിതകൾക്ക് പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംവരണമൊരുക്കിയ ഒരു പാർട്ടി സ്ത്രീവിരുദ്ധമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറയാൻ പറ്റുക? അത് ജനം വിലയിരുത്തും. ഓക്കെ, കെ.സിയുടെ പേരും പറഞ്ഞ് കേരളത്തിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. കെ.സി ഇതൊന്നും അറിയുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ ഇന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മത്സരിക്കുന്ന മണ്ഡലത്തിൽ പത്മജ എത്തുന്നു പറയുന്നുണ്ട് പ്രചരണത്തിന് വേണ്ടി, ബി.ജെ.പിക്ക് വേണ്ടി. അല്ല, അങ്ങനെ നമ്മൾ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അല്ല ബിനു, ഒരു ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് പോലൊരു വലിയ പാർട്ടിയാകുമ്പോൾ എല്ലാവർക്കും കൊച്ചു അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന എല്ലാ കാര്യവും ഒരു കാലത്തും നടക്കില്ല. ഞാൻ വിചാരിക്കുന്ന എല്ലാ കാലത്തും നടക്കും ഇല്ല. നമ്മൾ വിചാരിക്കാത്തതും വിചാരിക്കുന്നതുമായ കാര്യങ്ങൾ നടക്കും. അപ്പോൾ സങ്കടങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും അതൊക്കെ കൂടുന്നതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ അകത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ എന്താണ്. നമുക്ക് പാർട്ടിയോട് കൂറുണ്ടോ? നമ്മളെ വിശ്വാസം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വർത്തമാനകാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വരുന്ന കാലഘട്ടത്തിൽ ആ ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് വില കൊടുത്തും പോരാടുക എന്നുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. ആ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെ എപ്പോഴാണ് സ്വാധീനിക്കുന്നത്, മുകളിലോട്ട് സ്വാധീനിക്കുന്നത്? നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്താഗതിയും ഐഡിയോളജിയും നമ്മളിൽ കുറഞ്ഞു നിൽക്കുമ്പോഴാണ്. അങ്ങനെയുള്ളവരോട് ഞാനെന്ത് പറയാനാണ്? ആലപ്പുഴയ്ക്ക് ഇത്രയും നല്ല പ്രാധാന്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പ്രാധാന്യം നിങ്ങൾ പലപ്പോഴും അവിടെ കൊടുക്കാറില്ല. അതൊക്കെ പാർട്ടി അറേഞ്ച്മെൻ്റൊക്കെ വരും. എന്താണെന്ന് വെച്ചത് വൈകാതെ വരും. നിങ്ങൾ പിന്നെ എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചാൽ കാര്യം എന്താണ്? എനിക്കറിയാത്ത കാര്യം പോലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ. അല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയാൽ എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടി പ്രസിഡൻറ്റും പാർട്ടിയുടെ ലീഡർഷിപ്പും തീരുമാനിക്കും. അത്തരം കാര്യങ്ങളിൽ എന്താണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെ തന്നെ ആരോപണം. അതുകൊണ്ടാണല്ലോ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടെങ്കിൽ അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ആ ലെവലിലാണ്. അപ്പോൾ ആ ലെവലിൽ തീരുമാനിക്കുമ്പോൾ അതിന് പരിഹാരങ്ങളും അവർ കാണണമല്ലോ. അതെനിക്ക് അവരോട് നന്ദിയുണ്ട്. എനിക്ക് അതൊരു നല്ല കാര്യമല്ലേ. അപ്പം നമ്മളെപ്പറ്റി ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവർ ആ പോസ്റ്റർ എടുത്ത് ഒട്ടിക്കുന്നത് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ, ആരെങ്കിലും ഒഫീഷ്യലായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഒരു ഒഫീഷ്യലായിട്ട് സ്ഥാനാർത്ഥി ആവില്ലല്ലോ.